ഹമാസിനെ ഒറ്റപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗമായാണ് പലസ്തീൻ രാഷ്ട്രത്തെ ഫ്രാൻസ് അംഗീകരിച്ചതെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ഒരു തീവ്രവാദ ഗ്രൂപ്പിനെ നിരായുധീകരിക്കുകയും തകർക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. വെസ്റ്റ് ബാങ്കിന്റെ ഭാഗങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഇസ്രയേലിന്റെ ശ്രമം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു റെഡ് ലൈൻ ആണെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞു. ഇത് അറബ് ഇസ്രയേൽ നയതന്ത്ര കരാറിന്റെ അവസാനമായിരിക്കുമെന്നും മാക്രോൺ പറയുന്നു. ഫ്രാൻസിലെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മാക്രോൺ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഗാസയുടെയും വെസ്റ്റ് ബാങ്കിന്റെയും ഭാവി ഭരണത്തിൽ നിന്ന് ഹമാസിനെ ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്ന ന്യൂയോർക്ക് ഡിക്ലറേഷൻ അടിസ്ഥാനമാക്കി പലസ്തീന്റെ ഭാവിയെക്കുറിച്ചുള്ള 3 പേജുള്ള ഒരു പദ്ധതി താൻ അമേരിക്കൻ നേതാവിന് സമർപ്പിച്ചതായും മാക്രോൺ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്ക, യൂറോപ്പ്, അറബ് രാജ്യങ്ങൾ എന്നിവയെ ഒരേ നിലപാടിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചൊവ്വാഴ്ച ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും മാക്രോൺ പറയുന്നു. വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റ വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒരേ നിലപാടിലാണെന്നും മാക്രോൺ കൂട്ടിച്ചേർത്തു. വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ഏത് ശ്രമവും ട്രംപിന്റെ ആദ്യ ഭരണകൂടത്തിലെ വിജയഗാഥകളിലൊന്നായ അബ്രഹാം ഉടമ്പടികളുടെ അവസാനമായിരിക്കും. UAE ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. ഇസ്രയേലും UAE ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണമാക്കിയ 2020 ഈ ഉടമ്പടി ട്രംപിന്റെ ആദ്യ ഭരണകാലത്തെ നയതന്ത്ര നേട്ടങ്ങളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത്. പിടിച്ചെടുക്കൽ സംഭവിക്കാൻ പാടില്ലെന്ന് ട്രംപ് വാശി പിടിച്ചാൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലാകും. കാരണം അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികൾ വെസ്റ്റ് ബാങ്ക് ഭാഗികമായോ പൂർണ്ണമായോ പിടിച്ചെടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നെതന്യാഹു വൈറ്റ് ഹൌസിൽ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചു കഴിഞ്ഞുള്ള തന്റെ ആദ്യ ലക്ഷ്യം വെടിനിർത്തലും എല്ലാ ബന്ധുക്കളുടെയും മോചനവുമാണെന്നാണ് മാക്രോൺ പറയുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസിനെ കൊണ്ട് ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്താൻ മറ്റു രാജ്യങ്ങൾ ശ്രമിക്കണമെന്നും കാരണം യുഎസിന് അത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും മാക്രോൺ കൂട്ടിച്ചേർക്കുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേലിന്റെ കുടിയേറ്റ പദ്ധതികളെ രൂക്ഷമായി വിമർശിച്ച ആളാണ് ഇമ്മാനുവൽ മാക്രോൺ. ഇസ്രയേലിന്റേത് രാഷ്ട്രീയ പദ്ധതിയാണെന്ന് കുറ്റപ്പെടുത്തിയ മാക്രോൺ ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ സാധ്യതയെ ദുർബലപ്പെടുത്തുന്നതും പലസ്തീനുകളുടെ സമാധാനത്തിനുള്ള അവകാശം നിഷേധിക്കുന്നതാണെന്നും വ്യക്തമാക്കിയിരുന്നു. ഹമാസും വെസ്റ്റ് ബാങ്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഹമാസിനെ ഇല്ലാതാക്കുക എന്നതല്ല, മറിച്ച് ദ്വിരാഷ്ട്ര ഫോർമുല എന്ന സാധ്യത ഇല്ലാതാക്കുകയും മേഖലയിൽ സമാധാനത്തോടെ ജീവിക്കാനുള്ള പലസ്തീൻ ജനതയുടെ അവകാശം നിഷേധിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു രാഷ്ട്രീയ പദ്ധതിയാണിതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വെസ്റ്റ് ബാങ്കിലെ വിവാദ കുടിയേറ്റ പദ്ധതികൾ ഈ മാസം ആദ്യത്തിൽ തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രി ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മാക്രോണിന്റെ വിമർശനം. ഗാസയിലെ ഇസ്രയേലിന്റെ സൈനിക നടപടികളെയും ഫ്രഞ്ച് പ്രസിഡന്റ് അപലപിക്കുന്നുണ്ട്. ഇത്തരം നീക്കങ്ങൾ മേഖലയിൽ മാത്രമല്ല എല്ലായിടത്തും ഇസ്രയേലിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം താൻ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് നൊബേൽ സമ്മാനത്തിന് അർഹനാണെന്നുമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിലും ഇമ്മാനുവൽ മാക്രോൺ പ്രതികരിച്ചിരുന്നു. ഗാസയെ ചൊല്ലി ഇസ്രയേലും പലസ്തീനും തമ്മിൽ നടക്കുന്ന സംഘർഷം അവസാനിപ്പിച്ചാൽ മാത്രമേ ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടാൻ കഴിയൂ എന്നാണ് മാക്രോൺ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.